അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് വരത്തില്ല. നമ്മൾ കുറെ തവണ അവരോട് പറഞ്ഞതാണ്. ബട്ട് ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തെറ്റ് തിരുത്താൻ. ഒരുപക്ഷെ ഈ ജില്ലയിലെ കുട്ടികൾക്കായിരിക്കും സീറ്റ് ക്ഷാമം ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നത്. ഡിയർ വെൽക്കം ബാക്ക് ടു ഓർഗാനിക്സ്. സോ മക്കളെ, +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഓരോ ജില്ലയിലും ആപ്ലിക്കേഷൻ നമ്പറുകൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാണ്. അതേപോലെ ഒരുപാട് മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ട് മക്കളെ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ പറഞ്ഞതാണ് ഈ മിസ്റ്റേക്സ് വരുത്തരുതെന്ന്. പക്ഷെ എന്താണ്, നമുക്ക് ഒന്നും അപ്പൊ മക്കളെ, ഓരോ ജില്ലകളിലും വന്ന അപ്ലിക്കേഷൻസ്, ഓൺലൈൻ അപ്ലിക്കേഷൻസ് എത്ര എണ്ണാണ് വന്നത് നമ്മൾ നോക്കുകയാണ്. അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒന്നിലധികം ജില്ലകളിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ കോഴിക്കോടുകാർക്ക് വേണമെങ്കിൽ മലപ്പുറത്തോ തിരുവനന്തപുരത്തോ എങ്ങോട്ടേക്ക് വേണമെങ്കിലും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ ആ സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് ജില്ലയിലുള്ള ആ ജില്ലയിലുള്ള ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡെൻസിറ്റി നോക്കി മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം 31,599 അപ്ലിക്കേഷൻസ് കൺഫേം ആയിട്ടുണ്ട്. കൊല്ലത്തേക്ക് വരുവാണെങ്കിൽ 29,885 പേരും, പത്തനംതിട്ടയിൽ 12,081 പേരും. ഏറ്റവും കുറവ് പേര് ഇടുക്കിയിലാണ്. 11,420 കുട്ടികൾ മാത്രമാണ് ഇടുക്കിയിൽ അപ്ലൈ ചെയ്തത്. അതേപോലെ വയനാട് 11,790, അതും കുറവ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കന്റ് ഉള്ള ജില്ല എന്ന് പറഞ്ഞാൽ 82,678 പേർ മലപ്പുറം ജില്ലയിലാണ് ക്ഷാമം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലായിരുന്നു അല്ലെ. അതിനനുസരിച്ച് സീറ്റ് കൂട്ടുകയും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കൂട്ടി കൊടുത്തത്. പേടിക്കേണ്ട കാര്യമില്ല. കാരണം സീറ്റ് ക്ഷാമം നേരിടുന്ന ടൈമില് അവർ അധികമായിട്ട് സീറ്റുകൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഹ്യൂമാനിറ്റീസിനും ഒക്കെ അധിക ബാച്ചുകൾ അനുവദിക്കാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഓർത്ത് കുഞ്ഞുങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സീറ്റ് കൂട്ടിയിട്ടുണ്ട്. എവിടെയാണോ സീറ്റ് ക്ഷാമം നേരിട്ടത് അവിടെയൊക്കെ സീറ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാം, കാര്യമായിട്ട് നോക്കുക. ഏറ്റവും കൂടുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടിയ മലപ്പുറം ജില്ലയിലാണ് 82,678. ഏറ്റവും കൂടുതൽ കുട്ടികൾ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് അപ്ലൈ ചെയ്തതും ഇവിടെ തന്നെയാണ്, മലപ്പുറത്താണ്. 8,201 പേരാണ് വേറെയുള്ള ജില്ലയിൽ നിന്നും മലപ്പുറത്തേക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം തൊട്ടേ നിങ്ങളോട് പറയുകയാണ്, മലപ്പുറം പോലുള്ള ജില്ല അത്രയും ആപ്ലിക്കന്റുള്ള ജില്ലയാണ്. അപ്പോൾ വേറൊരു ജില്ലയിലുള്ളവർ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി സീറ്റ് ക്ഷാമം നേരിടുന്ന ജില്ലയാണ്. അതിനെ ബോധം നിങ്ങളും കൊണ്ട് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു. അതെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്ത മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ തന്നെയാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള അപ്ലിക്കൻസും മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറം ഇതാണ് മലപ്പുറം. 82,678 പേരാണ്. 8,201 പേർ അവിടത്തെ അതർ ജില്ലകളിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പാലക്കാടും കോഴിക്കോട് എടുക്കുകയാണെങ്കിൽ 46,979 പേരാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തത്. അതിൽ 4,000 പേരും മറ്റ് ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച കുട്ടികളാണ്. കോഴിക്കോടും ഇതേപോലെ തന്നെ സീറ്റിന് ക്ഷാമമുള്ള സ്ഥലമാണ് പാലക്കാട്. അതുപോലെ 44,117 പേരാണ് പാലക്കാട് ആപ്ലിക്കേഷൻ ഉള്ളത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 44,117 6,743 പേർ അതർ ജില്ലയിൽ നിന്നുള്ളവരാണ്. മക്കളെ, സീറ്റ് ക്ഷാമം നമ്മൾ പറയല്ല, ഒരുപാട് കുട്ടികളുടെ എണ്ണം കൂടുതലാണ്, എഴുതിയ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് മലപ്പുറം ജില്ലകളിലൊക്കെ. അപ്പൊ നിങ്ങൾക്ക് സീറ്റിന് പോസിബിലിറ്റി കൂടുതൽ മറ്റ് ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇപ്പൊ നോക്കിയാൽ പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലൊക്കെയാണ് ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ്, അങ്ങോട്ടേക്ക് കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി, സാധ്യത കൂടുതൽ. ട്രയൽ അലോട്ട്മെന്റിൽ വരെ നിങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ എന്തായാലും സയൻസ് പോലുള്ള സബ്ജക്ട് ഒക്കെ നല്ല ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കോഴിക്കോട്. അപ്പൊ ട്രയലിൽ വരുമ്പോൾ എഡിറ്റിംഗ് സാധ്യമാണ്. അതെങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ നമ്മളൊരു ലൈവ് സെഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. സീറ്റ് ക്ഷാമമാണ്, ഭയങ്കര പ്രശ്നമാണെന്നൊന്നുമല്ല, സീറ്റുകൾ അധികമായിട്ട് അനുവദിക്കും. പക്ഷെ സീറ്റുകൾ കിടക്കുന്ന ഒരുപാട് ജില്ലകളുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അല്ലെ. അപ്പോ വീഡിയോ കാണാം.